BJP പ്രവേശനം സംബന്ധിച്ച വിവാദം കോൺഗ്രസ് BJP തിരക്കഥയെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത് സത്യമാണോ? ആ തിരക്കഥ നടപ്പാക്കാൻ ദല്ലാൾ നന്ദകുമാറിനെ കൂടെ കൂട്ടുകയും ചെയ്തു. പല വിഷയങ്ങളിലും വിവാദം പ്രതീക്ഷിച്ചവർ നിരാശരായെന്നും ഗൂഢാലോചനയാണ് നടന്നതെന്നും EP ആരോപിക്കുന്നു. അങ്ങനെ ജയരാജൻ ഇത് ആരോപിക്കുമ്പോൾ തന്നെ ഈ വിഷയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യാൻ പോവുകയാണ്. തിങ്കളാഴ്ച ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഈ വിഷയം കടന്നു വരും. വോട്ടെടുപ്പ് ദിവസം CPMനെയും ഇടതുമുന്നണിയെയും പിടിച്ചു കുലുക്കിയ നിലയിലേക്കാണ് വിവാദം ഉയർന്നത്. BJPയുമായി ചർച്ച നടത്തിയെന്ന ജയരാജൻ്റെ വെളിപ്പെടുത്തൽ തെരഞ്ഞെടുപ്പ് ദിവസം CPMനെ വൻ പ്രതിരോധത്തിലാക്കിയതിന് നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ പലരും ഉയർത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു. എങ്കിലും നേതാക്കളാരും പരസ്യമായി അഭിപ്രായം പറഞ്ഞിരുന്നില്ല. EP വിവിധ ഘട്ടങ്ങളിൽ വിവാദങ്ങളിൽപ്പെട്ടപ്പോഴും പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ തെരഞ്ഞെടുപ്പ് ദിവസമാണെന്നത് കണക്കിലെടുക്കാതെ മുഖ്യമന്ത്രിയും ഗോവിന്ദനും പ്രതികരിച്ചു. എല്ലാം EPയുടെ ഭാഗത്തു നിന്നുള്ള വിനയാണെന്ന തരത്തിൽ പിണറായിയും MV ഗോവിന്ദനും പ്രതികരിച്ചതോടെ LDF കൺവീനർ എന്ന നിലയിൽ ജയരാജന് തുടരാനാകുമോ എന്ന ചോദ്യവും പലരും ഉയർത്തുന്നു. BJP ദേശീയ നേതാവ് പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സമ്മതിച്ച ജയരാജൻ്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് വഴിതെളിച്ചതെന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോഴും CPM അതത്ര ഗൗരവത്തിലെടുത്തിട്ടില്ല. കാരണം ഈ വിവാദങ്ങൾ കൊണ്ട് വോട്ടൊന്നും ചോർന്നിട്ടില്ലെന്നാണ് അവർ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റ് കൂടുമ്പോൾ ഈ വിഷയം ആരെങ്കിലും ഉയർത്തിയാൽ ചർച്ചയ്ക്ക് വരാൻ പോലും സാധ്യതയില്ലെന്നാണ് ഒരു മുതിർന്ന നേതാവ് അഭിപ്രായപ്പെട്ടത്. പക്ഷേ അങ്ങനെയല്ല, ഇത് ചർച്ചയ്ക്കെടുക്കും. തിങ്കളാഴ്ച കൂടുന്ന സെക്രട്ടേറിയറ്റിൽ ഇത് ചർച്ചയ്ക്കെടുക്കുകയും ചെയ്യും. EPയെ താക്കീത് ചെയ്യുകയും ചെയ്യും. അതാണ് അങ്ങനെയുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്.